കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി മനോഹരനെതിരെയാണ് നടപടി. കോഴിക്കോട് സിറ്റി സൈബർ വിഭാഗത്തിലേതാണ് സ്ഥലം മാറ്റിയത്. ബത്തേരി ഡിവൈഎസ്പി രാജേഷ് കുമാറിനാണ് പുതിയ ചുമതല. വിവരങ്ങളുമായി രമ്യദാസാണ് ചേരുന്നത്. രമ്യ, എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മാറ്റത്തിലേക്ക് നടപടിയിലേക്ക് കടന്നത്? ആരുശ്രീ, ഒരു ജനറൽ ട്രാൻസ്ഫറിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മനോഹരനെ, അതായത് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയിട്ടുള്ള മനോഹരനെ കോഴിക്കോട് സിറ്റി സൈബർ വിഭാഗത്തിലേക്ക് സ്ഥലം മാറ്റിയതെന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. നമുക്കറിയാം, വളരെ അധികം കാലം തന്നെ ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ നടപടികളെല്ലാം പുരോഗമിക്കുകയാണ്. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 2024 ഇത്തരത്തിൽ ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. തുടർന്ന് ഇട സർക്കാരിന്റെ കാലത്ത് കേസ് അന്വേഷിക്കുന്നു. കേസ് എവിടെയും എത്താതെ പോലീസ് കേസ് അവസാനിപ്പിക്കാൻ കോടതിയിൽ അപേക്ഷയെല്ലാം നൽകുന്നു. പിന്നീട് UDF സർക്കാർ നിലവിൽ വന്നതിന് ശേഷമാണ് പുതിയൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അന്വേഷണം വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഡിവൈഎഫ്ഐയുടെ നേതാക്കളായിട്ടുള്ള ജിതിൻ ഭാസ്കർ, അതുപോലെ തന്നെ റിബേഷ് രാമകൃഷ്ണൻ തുടങ്ങിയവരെല്ലാം പ്രതികളാണെന്ന് കണ്ടെത്തുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ നടപടികളെല്ലാം പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ പുരോഗമിക്കുന്നിടെയാണ് ഇത്തരത്തിൽ ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഡിവൈഎസ്പി മനോഹരനെ നിലവിൽ ഇപ്പോൾ സ്ഥലം മാറ്റിയിട്ടുള്ളത്. ഇദ്ദേഹത്തെ കോഴിക്കോട് സിറ്റി സൈബർ വിഭാഗത്തിലേക്കാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ബത്തേരി ഡിവൈഎസ്പി ആയിട്ടുള്ള രാജേഷ് കുമാറിനാണ് പുതിയ ചുമതല. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം ജനറൽ ട്രാൻസ്ഫറിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടി എന്നുള്ളത് മാത്രമാണ് പോലീസ് നൽകുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം. ആരുശ്രീ. ശരി, വ്യക്തമാണ്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി മനോഹരനെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. രമ്യയാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.